മാറി ഈശോ കസേരയിൽ ഇരിക്കുക. കസേരയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വെള്ള ഡ്രസ്സ് ലോഹയൊക്കെ ഇട്ടിട്ടാണ് ഈശോ ഇരിക്കുന്നത്. എനിക്ക് പേടിയായി, എന്നെ വിളിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല, ദൈവമേ എന്നെ ഇപ്പോൾ വിളിച്ചോണ്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് മരിക്കണ്ട, ബൈബിളിലുണ്ടല്ലോ ഹെസക്കിയായ്ക്ക് 15 വർഷം ആയുസ് കൂട്ടി കൊടുത്തു, എനിക്ക് ആയുസ് വേണം, എനിക്കിപ്പോൾ മരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഈശോ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ എന്തിനാ ചിരിച്ചെന്നെ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ എന്തെന്നറിയാമോ, എന്നെ ഇങ്ങനെ ഈ കോളർ ഭാഗം, ആ ഉടുപ്പിൻ്റെ ലോഹയുടെ ഭാഗം ഇങ്ങനെ എന്നെ കാണിക്കുക. അതായത് നീ പേടിക്കണ്ട, ഞാൻ വീട്ടിലിരിക്കാൻ വന്നതാണെന്ന് എനിക്കപ്പോൾ പെട്ടെന്ന് പിടികിട്ടി. പുറത്ത് പോകാൻ നിൽക്കുന്ന ഒരാളെപ്പോലെ അല്ല. അപ്പോൾ ഈശോ അവിടെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിരിക്കാൻ വയ്യ, ഇരുന്ന് കഴിഞ്ഞാൽ നട്ടല് വളയും, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാല് വളയും, നട്ടല് ചുരുങ്ങുന്നു, വളയുന്നു, പല പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പതുക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം കുറേ സ്റ്റിറോയിഡ് ഇങ്ങനെ തരുന്നുണ്ട്. വണ്ണം വെച്ച് വരുന്നതല്ല, അത് ഒരു പ്രയോജനവും ഇല്ല, നടക്കാനുള്ളതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിറോയിഡ് ഇങ്ങനെ പറ്റത്തില്ല, അഡ്മിറ്റായി ഇഞ്ചക്ഷൻ എടുക്കണം, ഒന്നും ഫലിക്കുന്നില്ലെന്ന് പറഞ്ഞു. സ്റ്റിറോയിഡ് ഉണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കാനുള്ള ഗുളികയുണ്ട്, വേറെ കുറേ അതുപോലെയുണ്ട്, ഒന്നും ഫലിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തതാണ്, കൊച്ചിന് ക്ലാസ് ഉണ്ട്, ഞാൻ എന്തായാലും അഡ്മിറ്റ് ആകത്തില്ല, ഇഞ്ചക്ഷനും എടുക്കത്തില്ല. ഞാൻ ആ സമയത്ത് കൃത്യമായി ഇവിടുത്തെ തേനും ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തേൻ കുടിക്കാൻ തുടങ്ങി. ഉപ്പ് ചെറുതായിട്ട് ലേശം വെള്ളത്തിലിട്ടിട്ട് മേല് കുളിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ശരീരവേദന കുറയാൻ തുടങ്ങി. അപ്പം ഞാൻ അഡ്മിറ്റാകാൻ പോയില്ല. അപ്പോൾ ഈശോ എന്നെ സുഖപ്പെടുത്താനാണ് വന്നത്, എനിക്ക് സുഖപ്പെടുത്തണം എന്ന് ഞാൻ ഈശോയോട് പറയുന്നില്ല. സത്യം പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിൽ കുരിശ് രൂപത്തോട് ഭയങ്കര സ്നേഹമാണ്. ഇത്രയും വന്നെങ്കിൽ എല്ലാം മുടങ്ങിയെങ്കിലും ഞായറാഴ്ച എങ്ങനെയെങ്കിലും പതുക്കെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. അവിടുത്തെ കുരിശ് രൂപം കുറേ നോക്കിയിരിക്കും, എനിക്ക് എത്ര നോക്കിയാലും മതിയാകത്തില്ല. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് സുഖമായാൽ ഈ കുരിശ് രൂപത്തോടുള്ള ഇത്ര ആത്മാർത്ഥം എനിക്ക് നഷ്ടപ്പെടുമായിരിക്കും, ഞാൻ ചോദിക്കുന്ന നീ തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആലപ്പുഴ നഗരസഭയിലാണ് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ബെർത്താൻഡത്ത് രജിസ്ട്രാർ റിട്ടയർഡായി. ഒരു കാര്യം പറഞ്ഞില്ല, ഈശോ എഴുന്നേറ്റ് പോകാൻ റെഡിയാവുകയാണ്. എനിക്ക് മനസ്സിലായി ഈശോ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി, അയ്യോ ഈശോ പോകണ്ട. അതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഉണ്ട്, മാതാവുണ്ട്, അപ്പോൾ ഞാൻ ഉറങ്ങുക കേട്ടോ, നിങ്ങൾ രണ്ടും അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ നട്ടലുമായിട്ട് ഒരുവിധം എഴുന്നേറ്റിരിക്കും ഇവരെ കണ്ടപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ 2 പേരും ഉണ്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ 2 പേരും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഈശോ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു,